നമസ്തേ. ശുക്രനെക്കുറിച്ചും ശുക്രന്റെ ജീവകാരകത്വങ്ങളായ കാമം, സ്ത്രൈണത, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ശുക്രനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും ജീവവർഗത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഗ്രഹമാണ്. കാമകാരകനായതുകൊണ്ട് തന്നെ ജീവൻ നിലനിൽക്കുന്നതിനും ജീവൻ പുനരുൽപാദനം നടത്തുന്നതും എല്ലാം ശുക്രനെ കൊണ്ടാണ്. ശുക്രൻ 12 ലഗ്നങ്ങൾക്കും മാളവ്യയോഗം എന്ന് പറയുന്ന കേന്ദ്രസ്ഥിതിയിൽ വരുന്ന യോഗം തരുന്ന ഒരു ഗ്രഹമാണ്. അത് നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല. എന്തായാലും 12 ലഗ്നങ്ങൾക്ക് മറ്റ് ഗ്രഹങ്ങളൊക്കെ പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയുന്ന യോഗങ്ങളിൽ ശുക്രൻ തരുന്നത് മാളവ്യയോഗം, കേന്ദ്രയോഗം. ബുധൻ 4 ലഗ്നങ്ങൾക്ക് ഭദ്രായോഗം തരുമ്പോൾ ശുക്രൻ 12 ലഗ്നങ്ങൾക്കും മാളവ്യയോഗം തരും. അതേപോലെ തന്നെ ഗുരു, ചൊവ്വ, ശനി ഇവർ 3 പേരും ഗുരു തരുന്ന ഹംസയോഗം, ചൊവ്വ തരുന്ന രുചകയോഗം, ശനി തരുന്ന ശശയോഗം, ഇത് 8 ലഗ്നങ്ങളിലേ സംഭവിക്കുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ യോഗം തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അതിന് കാരണം ശുക്രൻ ഏത് ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഭിക്ഷാടകനാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും വംശവർദ്ധനവിന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ശുക്രൻ്റെ നോർമൽ സ്ഥിതി എല്ലാ ലഗ്നങ്ങൾക്കും, ദരിദ്രനാണോ ധനവാനാണോ എന്താണെങ്കിലും ഏത് അവസ്ഥയിലുള്ള ഏത് ജീവിക്കും വംശവർദ്ധനവ് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള കഴിവാണ്. അതാണ് ബേസിക് നീഡ്. ബേസിക്കായിട്ട് നമുക്ക് ആ കഴിവുണ്ട്. ആ കഴിവ് ആരും പറഞ്ഞു തന്നിട്ടോ ആരും പഠിപ്പിച്ചിട്ടോ അല്ല, അതെല്ലാ ജീവവർഗങ്ങൾക്കും. കാര്യം അത് ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി നൈസർഗികമായ ഉള്ള കഴിവാണ്. അതുകൊണ്ടാണ് ശുക്രൻ കാമകാരകനായതുകൊണ്ട്, ആ കാമത്തിൻ്റെ കാരകൻ ശുക്രനായതുകൊണ്ട് ആ ശുക്രൻ്റെ ശുഭത്വത്തിനനുസരിച്ചാണ് നമ്മൾ കാമം അനുഭവിക്കുക. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ശുക്രൻ അതീത ശുഭനാവുമ്പോൾ നമ്മൾ അതീതമായ കാമം അനുഭവിക്കാം. ശുക്രൻ പാപനാവുമ്പോൾ പാപത്വത്തിനനുസരിച്ചുള്ള കാമം, ചില സമയങ്ങളിൽ കാമം തടുക്കപ്പെടാം. ചില ആളുകൾക്ക് കാമം ലഭിക്കാതെ പോവാം, ഇണയെ കിട്ടാതെ പോകും. അതിനൊക്കെ കാരണം ശുക്രൻ്റെ പാപത്വമായിരിക്കും. അപ്പോൾ ശുക്രൻ അതീത ശുഭനാവുമ്പോൾ നമുക്ക് അതീതമായ കാമ ആസ്വാദന ശേഷി അല്ലെങ്കിൽ കാമ ആസ്വദിക്കാനുള്ള കഴിവും ശക്തിയും കൈവരും. ശരിയായ പ്രായത്തിൽ ശുക്രൻ പാപനാവുമ്പോൾ ഒന്നുകിൽ തീരെ ആസ്വദിക്കാനുള്ള അവസ്ഥ ഇല്ലാതെ പോകും, കരിയിണയെ കിട്ടാതെ വരിക, അങ്ങനെയുള്ള അവസ്ഥകൾ. അല്ലെങ്കിൽ ഒരുപാട് വൈകി കാമശേഷി കുറയുന്ന സമയത്ത് ഒരു 30-35 വയസ്സിന് ശേഷമൊക്കെ വിവാഹം നടക്കുന്ന ഒരവസ്ഥക്ക് വരും. അതായത് കാമാസ്വാദനത്തിന് പറ്റുന്ന പ്രായം, നല്ല പ്രായം കഴിഞ്ഞതിന് ശേഷം അത് ശുക്രൻ്റെ പോരായ്മകളായിട്ട് വരും. അപ്പം ശുക്രൻ മാളവ്യയോഗം 12 ലഗ്നങ്ങൾക്കും തരും എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ഓരോ ലഗ്നത്തിനും ലഗ്നത്തിൻ്റെ 1, 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹമാണ് മാളവ്യയോഗം തരിക. ശുക്രനാണ് തരിക. ശുക്രൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. 1, 4, 7, 10 ഭാവങ്ങളിൽ നിന്നാൽ അത് സ്വക്ഷേത്രമോ ഉച്ചമോ ആയിരിക്കണം, ബലവാനായിരിക്കണം, സ്ഥാനബലത്തോടു കൂടി നിൽക്കണം. സ്ഥാനബലം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം എന്ന് പറയുന്ന ഫലങ്ങളെക്കുറിച്ച് ഞാൻ പല വീഡിയോയിലും പറയലുണ്ട്. സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്ന ശുക്രനെയാണ് മാളവ്യയോഗം എന്ന് പറയുന്ന യോഗം തരിക. അപ്പോൾ മാളവ്യയോഗം തരുന്നത് സ്ഥാനബലം എന്ന് പറയുന്ന മേടത്തിൽ നിൽക്കുന്ന മേടലഗ്നമാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ചാർട്ടിൽ അത് വരും. മേടലഗ്നത്തിന് നേരെ 1, 4, 7, 10 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, അതായത് തുലാത്തിൽ നിൽക്കുന്ന ശുക്രൻ മാളവ്യയോഗം തരും. ഇടവ ലഗ്നക്കാർക്ക് ലഗ്നത്തിൽ തന്നെ ശുക്രൻ സ്വക്ഷേത്രമായതുകൊണ്ട് മാളവ്യയോഗം തരും. അതേസമയം മിഥുനത്തിൽ നിൽക്കുന്ന ശുക്രൻ 10ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന മീനത്തിൽ മാളവ്യയോഗം തരും. കർക്കടക രാശിക്കാർക്ക് ശുക്രൻ 4ാം ഭാവത്തിൽ തുലാത്തിൽ മാളവ്യയോഗം തരും. ചിങ്ങരാശിക്കാർക്ക് ശുക്രൻ 10ാം രാശിയായിട്ടുള്ള ഇടവത്തിൽ മാളവ്യയോഗം തരും. മിഥുന രാശിക്കാർക്ക് ശുക്രൻ 7ാം രാശിയായ കന്നിരാശിക്കാർക്ക് ശുക്രൻ 7ാം രാശിയായ മീനത്തിൽ മാളവ്യയോഗം തരും. തുലാരാശിക്കാർക്ക് ശുക്രൻ തുലാരാശിയിൽ തന്നെ ലഗ്നത്തിൽ സ്ഥിതനായി സ്വക്ഷേത്ര ബലവാനായി മാളവ്യയോഗം തരും. അതുപോലെ തന്നെ വൃശ്ചിക രാശിക്കാർക്ക് 7ാം രാശിയായി ഇടവത്തിൽ മാളവ്യയോഗം തരും. അതുപോലെ
ലഗ്നക്കാർക്ക് 4-ാം രാശിയായ മീനത്തിൽ മളവിയോഗം തരും. മകരരാശിക്ക് 10-ാം രാശിയായ തുലാത്തിൽ മളവിയോഗം തരും. കുംഭത്തിന് 4-ാം രാശിയായ ഇടവത്തിൽ മാളവ്യോഗം തരും. മീനലഗ്നത്തിൽ തന്നെ ഉച്ചനായി മാളവ്യയോഗം തരും. അങ്ങനെ 12 ലഗ്നങ്ങൾക്ക് മാളവ്യയോഗം തരാൻ കഴിയുന്ന ശുക്രൻ കാമകാരകനായതുകൊണ്ടാണ്. കാമം ഈ പറഞ്ഞ പോലെയാണ് ഭിക്ഷക്കാരനും ധനവാനും എല്ലാ തരത്തിലും ആളുകൾക്കും കാമം ഉണ്ടാവുന്നതാണ്. കാമത്തെ ആസ്വദിക്കാൻ പ്രത്യേകിച്ച് പഠനമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരുവിധ ആവശ്യങ്ങളും കഴിവുകളോ വേണ്ടതില്ല. നോർമലായിട്ട് എല്ലാ ജീവിവർഗത്തിനും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ശുക്രനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാ ഭാഗത്തും വേണ്ട ഒരു ഗ്രഹമാണ് ശുക്രൻ. അത് ശുഭത്വമുണ്ടെങ്കിൽ അവൻ ലക്ഷറിയാവും, ആസ്വാദ്യകരമായ ജീവിതം, അത്ഭുതകരമായ ജീവിതം നയിക്കുന്നവനാവും. അതിനെ കുറയ്ക്കുന്നതാണ് ദരിദ്രകാരകനായ ശനിയുടെ ബന്ധം വരുമ്പോൾ. അപ്പോൾ ലക്ഷറിയെക്കുറിച്ച്, ജീവകാരകത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ജഡകാരകത്വത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജീവകാരകത്വത്തിൽ തന്നെ 3 തരത്തിലാണ് നമ്മൾ ജീവിതത്തിൽ 3-ാം ഭാവം, 7-ാം ഭാവം, 11-ാം ഭാവം എന്ന് പറയുന്ന 3 ഭാവങ്ങൾ പ്ലസ് 12 ഭോഗസുഖങ്ങളും കൂടി അനുഭവിക്കാൻ 12ന് ശുഭത്വം വരണം. 3-ാം ഭാവം, 7-ാം ഭാവം, 11-ാം ഭാവം. 3-ാം ഭാവത്തിൽ നിന്നാണ് ഇത് കാമത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടി സംഭവിക്കുന്നത്. എങ്ങനെയാണ്? 3-ാം ഭാവം എന്ന് പറയുന്ന 3-ാം ഭാവത്തിൻ്റെ കാരകൻ ചൊവ്വയാണ്. നമുക്കറിയാം 3-ാം ഭാവം പറയുന്ന ധൈര്യം, വീര്യം, വിക്രമം പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാമം അനുഭവിക്കണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് നമുക്കതിന് വേണ്ട ധൈര്യം, വീര്യം, വിക്രമം വേണം. പ്രധാനമായിട്ടും ധൈര്യം വേണം. പലരും പേടിച്ച് കാമത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അതായത് മറ്റൊരാളെ മാനേജ് ചെയ്യാൻ കഴിയാതിരിക്കുക. അങ്ങനെ നമുക്ക് കാമം ആസ്വദിക്കാൻ പ്രധാനമായി വേണ്ട കാര്യം എന്താണ്? കാമം ആസ്വദിക്കണമെങ്കിൽ ധൈര്യം വേണം. അപ്പോൾ 3-ാം ഭാവത്തിന് പ്രധാനമാണ്. അത് കാമത്രികോണം എന്ന് പറയുക. 3, 7, 11 ഭാവങ്ങളെ കാമത്രികോണങ്ങൾ എന്ന് പറയും. 7-ാം ഭാവമാണ് നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല്, അയാളോട് കാര്യം അവതരിപ്പിക്കാനുള്ള കഴിവ്. ഈ പ്രണയം ഉണ്ടാവുന്നത് ഇങ്ങനെ തന്നെയാണ്. ആദ്യം പ്രണയം ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്രണയിക്കാനുള്ള ധൈര്യം വേണം. ഇപ്പോൾ പ്രണയ വിവാഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് 3-ാം ഭാവത്തിന് ശുഭത്വം ഉണ്ടാവും. 3-ാം ഭാവാധിപൻ ശുഭനായിരിക്കും. അതുപോലെ 7-ാം ഭാവത്തിന് ശുഭത്വം ഉണ്ടാവും. 7-ാം ഭാവാധിപൻ ശുഭനായിരിക്കും. അത് കഴിഞ്ഞ് 7-ാം ഭാവത്തിൻ്റെ കാരകനാരാണ്? 3-ാം ഭാവത്തിന് ചൊവ്വയാണ്, 7-ാം ഭാവത്തിന് ശുക്രനാണ്. പിന്നെ ഉണ്ടാവുന്നത് 11-ാം ഭാവമാണ്. 11-ാം ഭാവത്തിന് ശുഭത്വം ഉണ്ടാവണം. 11-ാം ഭാവത്തിൻ്റെ കാരകൻ ഗുരുവാണ്. അതായത് ധൈര്യം ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അത് ഇണയെ സ്വീകരിച്ച് അതിൻ്റെ ലാഭമാണ് സന്താനം എന്ന് പറയുന്ന ഗുരു. അതായത് ചൊവ്വ, ശുക്രൻ, ഗുരു ഇത് ചേർന്നാണ് കാമത്തെ നടത്തുന്നത് എന്നുള്ളതാണ്. ചൊവ്വയും ശുക്രനും ഗുരുവും ചേർന്നാണ് കാമത്തെ നടത്തുന്നത്. ഗുരു പക്ഷെ കാമത്തിൽ പങ്കുചേരുന്ന ഗ്രഹമല്ല, കാമത്തിൻ്റെ പ്രൊഡക്റ്റാണ്, കാമത്തിൻ്റെ ഫലമായിട്ടാണ് ഗുരു വരിക. ഗുരു ഇതിനെ തടുക്കുന്ന തരത്തിലാണ് നിൽക്കുക. പക്ഷെ കാമത്തിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ 11-ാം ഭാവമായ ഗുരുവാണ്. 3, 7, 11 ഇത് ചേർന്ന കാമത്രികോണങ്ങളുടെ ശുഭത്വമാണ് ഒരാളുടെ വിവാഹം തീരുമാനിക്കുക. 3-ാം ഭാവത്തിൻ്റെയോ 7-ാം ഭാവത്തിലോ 11-ാം ഭാവത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങളോ നോക്കുന്ന ഗ്രഹങ്ങളോ അധിപന്മാരോ ആണ് വിവാഹ സമയത്തുണ്ടാവുക. എല്ലാവരുടെ വിവാഹ സമയങ്ങളിലും ഇത് 3-ൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ദശയിൽ ഏതെങ്കിലും ഒരു ദശയുണ്ടാവും, ഏതെങ്കിലും ഒരു അപഹാരം ഉണ്ടാവും, ഏതെങ്കിലും ഛിദ്രം ഉണ്ടാവും, അല്ലെങ്കിൽ ശുക്രൻ്റെ ഉണ്ടാവും. ഇതിനെല്ലാം കാരകനാരാണ്? ശുക്രനാണ്. അപ്പോൾ ശുക്രന്റെ ദശയിലോ അപഹാരത്തിലോ ഛിദ്രത്തിലോ അല്ലെങ്കിൽ 3, 7, 11 ഭാവാധിപന്മാരുടെ ദശാപഹാര ഛിദ്രങ്ങളിലോ മാത്രമാണ് വിവാഹം ഉണ്ടാവുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു ബന്ധം 3, 7, 11 ഭാവബന്ധവുമായിട്ടുണ്ടെങ്കിൽ വിവാഹം നടക്കുള്ളൂ. അപ്പോൾ വേറെ ഭാവാധിപന്മാരുടെ ദശയിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. വിവാഹത്തെ ചിന്തിക്കുമ്പോൾ എപ്പോഴും വിവാഹ സമയമൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം, അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 3, 7, 11 ബന്ധം വരുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര ഛിദ്രങ്ങൾ അത് വരുമ്പോഴേ വിവാഹം നടക്കുള്ളൂ. അത് വരുന്നില്ലെങ്കിൽ വിവാഹം ഡിലേ ആവുന്ന അർത്ഥം. അല്ലെങ്കിൽ ശുക്രൻ്റെ ദശാപഹാര ഛിദ്രങ്ങൾ വരും. അപ്പോൾ ധൈര്യം വേണം, കാമം വേണം. കാമം എന്ന് പറഞ്ഞാൽ 7-ാം ഭാവം, ഇണയെ ആകർഷിക്കാനുള്ള കഴിവാണ് ശരിക്കും പറഞ്ഞാൽ കാമം. 11 അതിൻ്റെ പ്രൊഡക്റ്റ്.
ഇത് ഇതിനു വേണ്ടി നമുക്ക് 12ാം ഭാവം അയന ശയന ഭോഗസ്ഥാനം എന്ന് പറയുന്ന 12ാം ഭാവത്തിനും ശുഭത്വത്തിനനുസരിച്ചാണ് നിത്യം കിട്ടുമോ, അല്ലെങ്കിൽ കാമം നിത്യം അനുഭവിക്കാൻ യോഗമുണ്ടോ, അല്ലെങ്കിൽ കാമം ഇടവിട്ടാണോ കിട്ടുക. അപ്പോൾ വിദേശ ബന്ധം എന്ന് പറയും. പല ജാതകങ്ങളിലും 12ാം ഭാവത്തിന് ശുഭത്വം ഉണ്ടാവും. ഒരു ചിലപ്പോൾ ഒരാൾക്ക് പാപത്വം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞാൽ 12ാം ഭാവത്തിന് പാപത്വം ഉണ്ട്. അപ്പോൾ നിത്യദാമ്പത്യം സംഭവിക്കില്ല. നിത്യദാമ്പത്യം സംഭവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ പാപത്വം ഉണ്ടെങ്കിൽ ദാമ്പത്യം സംഭവിക്കില്ല 12ാം ഭാവത്തിന്. 12ാം ഭാവം എന്ന് പറയുന്നത് ഭോഗസുഖമാണ്. വിവാഹം നടന്നാൽ പോലും ചിലർക്ക് ഭോഗസുഖം അനുഭവിക്കാൻ കഴിയില്ല. കാര്യം അതവരുടെ 12ാം ഭാവത്തിന്റെ പാപത്വം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഒരു തരം 12ാം ഭാവത്തുണ്ട്, അത് മിക്കവാറും ആളുകൾ നിത്യദാമ്പത്യം അനുവദിക്കില്ല. അതായത് ചില ദശകളിൽ ചില ഭാരങ്ങളിലൊക്കെ ഗുണം ചെയ്യുമെങ്കിലും 12ാം ഭാവത്തിന് ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ നിത്യമായി നമുക്ക് ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഒരു ഒന്നുകിൽ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മിലിറ്ററിയിലായിരിക്കും, മറ്റെന്തെങ്കിലും ജോബുമായിട്ട് പുറത്തായിരിക്കും, നിത്യവും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കാത്തവരും. ഇതെല്ലാം 12ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, 12ാം ഭാവത്തിന്റെ കാര്യങ്ങളുമാണ്. അപ്പൊ കാമകാരകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ജഡകാരകത്വമാണ് ശുക്രൻ എല്ലാവരും ഉത്കർഷയോടുകൂടി, അതാണ് ലക്ഷ്മിത്വം എന്ന് പറയുന്നത്. മഹാലക്ഷ്മിയാണ് അതിദേവതയായിട്ട് ശുക്രന് വരുന്നതിന് കാരണം ജഡകാരകത്വമാണ്, ലക്ഷറിയാണ്. ശുക്രൻ വളരെയധികം ലക്ഷറിയാണ്. ശുക്രൻ ബലം നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുന്നത് മൊത്തം ലക്ഷറി ആയിരിക്കും. അതായത് അവശ്യമായിരിക്കില്ല, അവശ്യമായിരിക്കില്ല, അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ ആഡംബരമായിരിക്കും ചിന്തയിൽ, ആഡംബരമായിരിക്കും. അത്യാവശ്യമുള്ളതൊന്നും ആയിരിക്കില്ല, ആവശ്യമുള്ളതും ആയിരിക്കില്ല, പക്ഷെ ആഡംബരമായിരിക്കും ശുക്രന്റെ ബലം കൂടുമ്പോൾ ഉണ്ടാവുക. ആഡംബരം എന്ന് പറയുന്നത് നമ്മൾ ബേസിക് നീഡുകളിൽ ഉപരി ചിന്തിക്കുന്നവരെയൊക്കെ ആഡംബരം. ശുക്രന് ബലം ഉണ്ടെങ്കിലേ ആഡംബരം ചിന്തിക്കാനേ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ആഡംബരം എന്ന് പറയുമ്പോൾ തന്നെ പേടി വരും. ആഡംബരം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന. 12ാം ഭാവത്തിന് പാപത്വം വരിക, 12ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാലും ധനം ചെലവഴിക്കാൻ കഴിയില്ല. അതേസമയം 12ാം ഭാവത്തിൽ ശുക്രൻ വന്നു കഴിഞ്ഞാൽ, ബലവാനായി വന്നാൽ, പാപത്വമില്ലാതെ ശുക്രൻ 12ൽ വന്നു കഴിഞ്ഞാൽ അവർ ധനം ആഡംബരത്തിന് വേണ്ടി ധാരാളം ചെലവഴിക്കുന്നതായിരിക്കും. 12ാം ഭാവത്തിന്റെ ശുഭത്വം ശുക്രൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. 12ല് ശുക്രൻ എവിടെ മറവസ്ഥാനമുള്ളൂ, അതും പ്രധാനമാണ്. ശുക്രൻ മറയും എങ്ങനെ? 3ലും 8ലും മാത്രമേ ശുക്രന് മറയുള്ളൂ. 3ാം ഭാവത്തിലും 8ാം ഭാവത്തിലും ശുക്രന് മറവസ്ഥാനമാണ്. 6ലോ 12ലോ ശുക്രൻ മറയില്ല എന്ന് മാത്രമല്ല, 12ൽ നിൽക്കാൻ ശുക്രൻ അതീത ശുഭനുമാണ്. കൂടുതൽ ബലം തരിക. കാര്യം ശുക്രന്റെ കാരകത്വം തന്നെ ബെഡ്റൂമാണ് 12ാം ഭാവം. ഭോഗസുഖമാണ് 12ാം ഭാവം. 12ൽ നിൽക്കുന്ന ശുക്രൻ അതീത ശുഭനാണെങ്കിൽ പാപത്വം വരാൻ പാടില്ല. അവിടെ ശനിയോ രാഹുവോ വരുന്നതൊക്കെ ഭംഗമാണ്. അല്ലെങ്കിൽ വളരെയധികം സുഖജീവിതം തരിക, നല്ല ഇഷ്ടം പോലെ ചെലവഴിക്കാനുള്ള ധനം തരിക. ചെലവഴിക്കണമെങ്കിൽ ധനം വരണം, ധനം ഉണ്ടെങ്കിലേ ചെലവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശുക്രൻ 12ൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റവസ്ഥകളും സംഭവിക്കും. 12ൽ ശുഭനായ ശുക്രൻ ധനച്ചെലവിന്, ആഡംബരത്വത്തിന് മാതൃകയാണ്. ആഡംബരം ഉണ്ടാവണമെങ്കിൽ, ലക്ഷറി ഉണ്ടാവണമെങ്കിൽ 12ല് മേടലഗ്നക്കാർക്ക് നോക്കൂ, 12ൽ ഉച്ചം ചെയ്യുന്ന മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ അതീത ശുഭനായിരിക്കും. അപ്പം മാളവ്യയോഗം മാത്രമല്ല, 12ൽ നിൽക്കുന്ന ശുക്രനും ശുഭനാണ് എന്നുള്ളതാണ്. അപ്പൊ ശുക്രൻ ആഡംബരം ചെയ്യുന്നത് അതുകൊണ്ടാണ് മഹാലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. ലക്ഷ്മിത്വം, ലക്ഷ്മിയാണ് അതിദേവതയായിട്ട് വരുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ ധനകാരകൻ ഗുരുവാണെങ്കിലും ആഡംബരകാരകൻ ശുക്രനാണ്. ശുക്രനാണ് വീടിന്റെ കാരകൻ, ശുക്രനാണ് വണ്ടിയുടെ കാരകൻ, ശുക്രനാണ് ഈ 4ാം ഭാവത്തിൽ ശുക്രന്റെ ഒരു കാരകത്വമുണ്ട്. ചന്ദ്രനുമുണ്ട്, ശുക്രനുമുണ്ട്. വണ്ടി, വീട്, വാഹനം, ഇതെല്ലാം വന്നിട്ട് ആഡംബരമായിട്ടുള്ള അവസ്ഥകളാണ്. നല്ല ആഡംബരമായിട്ടൊരു വീട് വയ്ക്കുക. 4ാം ഭാവാധിപൻ വെക്കുന്ന വീടല്ല ശുക്രൻ തരുന്ന വീട്. ശുക്രൻ തരുന്ന വീട് ആഡംബരപൂർവമായിരിക്കും. ശുക്രൻ ബലമുള്ളവരുടെ വീട് ആഡംബരപൂർവമായിരിക്കും. ശുക്രൻ ബലമുള്ളവരുടെ വാഹനം ആഡംബരമായിരിക്കും, ഏറ്റവും ലക്ഷറി ആയിരിക്കും. അവർക്ക് അതിലേ തൃപ്തി വരുള്ളൂ. കാര്യം ശുക്രനാണ് ഈ ലോകത്തിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, അല്ലെങ്കിൽ ആഡംബരം ചെയ്യിക്കുന്നതിൽ ഏറ്റവും ശക്തനായ. ബേസിക് നീഡല്ല ശുക്രൻ, എക്സ്ട്രയാണ്. ഏറ്റവും സുഭിക്ഷമായ ജീവിതം അത് തരുന്നത് ശുക്രനാണ്. ശുക്രന്റെ ബലത്തിനനുസരിച്ചാണ്. ശുക്രൻ ബലമായി നിൽക്കുന്ന ലഗ്നങ്ങൾക്ക് ശുക്രൻ അതീത ശുഭനുമായിരിക്കും. അതായത് ശുക്രന്റെ ക്ഷേത്രങ്ങൾ, ബുധന്റെ ക്ഷേത്രം, അതുപോലെ ശനിയുടെ ക്ഷേത്രം, ഇത് ലഗ്നമായ 6 ക്ഷേത്രങ്ങളുണ്ടല്ലോ.
ശുക്രന്റെ ക്ഷേത്രങ്ങൾ ഇടവം തുലാം, ബുധന്റെ ക്ഷേത്രം മിഥുനം കന്നി, ശനിയുടെ ക്ഷേത്രം മകരം കുംഭം. ഇവർക്കൊക്കെ ശുക്രൻ ബലവാനായിരിക്കും. ശുക്രൻ നോർമലായിട്ട് അവരുടെ ശുക്രദശ നടക്കുകയാണെങ്കിൽ പാപത്വമില്ലാതെ ശനിയോ രാഹുവോ ചേരാതെ, ശനി ചേരുമ്പോൾ ശുക്രന്റെ കാരകത്വം തരാൻ ജീവകാരകത്വം വളരെ പ്രധാനമാണ്. ജീവകാരകത്വം തരാൻ കഴിയാതെ ശനി ദാരിദ്ര്യകാരകനായ ശനി, ആത്മീയകാരകനായ ശനി ഭോഗത്തെ നശിപ്പിക്കും, ഭോഗസുഖങ്ങളെ നശിപ്പിക്കും, അല്ലെങ്കിൽ കാമത്തെ നശിപ്പിക്കുന്ന ശനി ശുക്രനെ നശിപ്പിക്കും. ശനി ബന്ധം 8 ഡിഗ്രിക്ക് ഉള്ളിലെ ശുക്രന് വരുമ്പോൾ ശുക്രന് അവർ സന്യാസിയായിട്ടുണ്ടാവും. നല്ല സന്യാസികളിലേക്ക് ജാതകം നോക്കിക്കഴിഞ്ഞാൽ ശനി ബന്ധം വന്നിട്ടുണ്ടാവും ശുക്രൻ ശനി ബന്ധം, അല്ലെങ്കിൽ ശുക്രൻ ഗുരു ബന്ധം. ഗുരുവിന് ബലമുള്ള ക്ഷേത്രത്തിൽ ശുക്രന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശനിയുമായിട്ട് 8 ഡിഗ്രിയിലധികം ശുക്രൻ ചേർന്ന് നിൽക്കുന്ന ജാതകങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുക? സന്യാസ യോഗം ഉണ്ടാവുക. അവർക്ക് കാമത്തെ അനുഭവിക്കാൻ പറ്റില്ല, അവർക്ക് ആഡംബരം അനുഭവിക്കാൻ പറ്റില്ല, അനുഭവിക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവില്ല. ശനി ശരിക്കും പറഞ്ഞാൽ ശനി ഉച്ചമാവുന്ന കണ്ടിട്ടില്ലേ? തുലാത്തിലാണ് ഉച്ചം, ത്രാസാണ്, ധർമ്മമാണ്. എന്ത് ധർമ്മമാണ്? ശനി എല്ലാ കാര്യങ്ങളിലും അല്ല ധർമ്മം ചെയ്യുന്നത്. ഒരു ധർമ്മചിന്ത വരും. ധനം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന തരത്തിൽ ശനി ധർമ്മചിന്ത വരും. ശനി ബലപ്പെട്ട് നിൽക്കുന്നവർക്ക് ധർമ്മചിന്ത കൂടി നിൽക്കും. ശനിക്ക് ശുഭത്വം വരുമ്പോഴാണ് ഇത് മാറുന്നത്. ശനിക്ക് ശുഭത്വം വന്നു കഴിഞ്ഞാൽ ഗുരുദൃഷ്ടി ശുക്രയോഗമൊക്കെ വരുമ്പോൾ ശനി ദശയിൽ ധനം ഉണ്ടാവും. പക്ഷെ ശനി പാപനായിട്ട് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുകയൊക്കെ ആണെങ്കിൽ ശനി ധർമ്മിഷ്ഠനായിട്ട് വർക്ക് ചെയ്യുക. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ശനിയുടെ ധർമ്മം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ തരല് തന്നെയാണ്. ശനി അധിക ധനത്തെ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കും, എടുത്തു വയ്ക്കില്ല. ശനിക്ക് അതിന് കഴിയില്ല. ശനി തുലാസാണ്. എപ്പോഴും ധർമ്മം, അതായത് ലോകരക്ഷയ്ക്ക് ധർമ്മം പ്രധാനമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഒന്നും സേവിക്കാൻ പറ്റാതെ, നമ്മുടെ പണ്ട് ആളുകൾ പറയുന്നത് ധർമ്മമാണ് ധനത്തിനേക്കാൾ വലുത് എന്ന് പറയുന്ന ഭാരതീയ പാരമ്പര്യത്തിൽ ശനിക്ക് പ്രാധാന്യം കൂടുതലാണ്, ആത്മീയതയ്ക്ക് പ്രാധാന്യം കൂടുതലാണ് നമുക്ക്. അതുകൊണ്ടാണ് ഈ ധർമ്മമാണ് പ്രധാനം, ധനമല്ല എന്ന് പറയുക. പക്ഷേ അത് ശനി ബന്ധം വരുന്നതുകൊണ്ടാണ്. അത് ഒഴിവായി ശുക്രബന്ധം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സമ്പാദ്യശീലരാകും. ശുക്രൻ തിരുപ്പതിയിലാണ്. മഹാവിഷ്ണുവിൻ്റെ മഹാലക്ഷ്മിയെ സ്ഥലത്തൊക്കെയാണ് ശുക്രൻ ഇരിക്കുന്നത്. ശുക്രൻ അത്രമാത്രം ആഡംബരമാണ്. തിരുപ്പതിയിലെ വിഷയങ്ങളെല്ലാം അത്യാഡംബരമാണ്. ലഡുവാണെങ്കിലും വളരെ വലിയ ലഡുവാണ്. ആഡംബരപൂർവമായിട്ടുള്ള അവസ്ഥ. എന്തൊക്കെ ആഡംബരപൂർണമായിട്ടുണ്ടോ അവിടെ എല്ലാം ശുക്രൻ കയറിയിരിക്കുന്നുണ്ട്. എന്തൊക്കെ, അത് എത്ര ലക്ഷറി ആയിട്ടുള്ള വണ്ടി എടുക്കാൻ കഴിയുന്നുണ്ടോ, നമുക്ക് ലക്ഷറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നല്ല പാട്ട് പാടി ആസ്വദിപ്പിച്ച് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ, 10 പേരിലധികം ഒരു സ്ഥലത്ത് കൂടാൻ നിൽക്കുന്നുണ്ടോ, അതെല്ലാം ശുക്രബന്ധം വരുന്നുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ടും ശുക്രന് അതീതമായ താല്പര്യമുണ്ട്. കാര്യം കല ശുക്രൻ്റെ ഒരു ഭാഗമാണ്. ബുധനും ഉണ്ട്, ശുക്രനും കൂടി ചേരുന്നതാണ്. അപ്പോൾ ശുക്രനുമായി ജഡകാരകത്വം എന്ന് പറയുന്നത് ആഡംബരമാണ്, ഏറ്റവും പ്രധാനമാണ്, ആഡംബരമാണ്. എല്ലാവരും ഇന്നിപ്പോൾ വണ്ടിയില്ലാത്തവരോ വാഹനമില്ലാത്തവരോ വീടില്ലാത്തവരോ ആരുമില്ല. അപ്പോൾ പണ്ടത്തെ അവസ്ഥയല്ല, ശുക്രന് അതീത പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവരുണ്ടാവും, മഹാലക്ഷ്മി പൂജ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. കാര്യം പൂർണ്ണമായിട്ട് ശുക്രനെ നമുക്ക് ആവശ്യമാണെന്ന് ജനതയ്ക്ക് നല്ല ബോധമുണ്ട്. കാര്യം ശുക്രൻ പഴയ പോലെയല്ല. പണ്ട് നമുക്ക് പഴയ ഒരു 10-30 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പൊക്കെ ഭക്ഷണം കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ദാരിദ്ര്യം അത്ര പൂർണ്ണമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ശുക്രൻ്റെ ആധിക്യം കൂടി സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ശുക്രൻ വരുന്നത് ബുധനോട് ചേർന്ന് വരുമ്പോൾ ജ്ഞാനത്തോടു കൂടി വരുന്ന ലക്ഷ്മിത്വം, ജ്ഞാനം, അറിവുള്ളവൻ്റെ കയ്യിൽ കിട്ടുന്ന ധനം നശിക്കാതെ കണ്ടിന്യൂ ആകും. അറിവില്ലാതെ കിട്ടുന്ന ധനം ഒരു സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുധൻ ചേർന്ന ശുക്രൻ അതീത ശുഭനാണ്. ബുധനാണ് ശുക്രന് അതീത ശുഭത്വം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബുധശുക്ര യോഗം വളരെ നല്ല, ശുക്രന് യോഗം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഗുരുശുക്ര യോഗം നല്ലതല്ല യഥാർത്ഥത്തിൽ. കാര്യം രണ്ടുപേരുടെയും അവരുടെ തന്മ, അവരുടെ ക്വാളിറ്റീസ് നശിച്ചു പോകും. ഗുരുവിൻ്റെ ക്വാളിറ്റീസ് ധനം അല്ലെങ്കിൽ സന്താനമാണെങ്കിൽ, ശുക്രൻ കാമം അല്ലെങ്കിൽ ആഡംബരമാണ്. ഇത് രണ്ടിനും നാശം വരും. ശരിക്കും പറഞ്ഞാൽ ഇവർ 8 ഡിഗ്രിക്ക് ഉള്ളിൽ ഗുരുവോ ശുക്രനോ വരുന്നത്. കാര്യം രണ്ടുപേരും ശക്തരായതുകൊണ്ട് ആർക്കും തരാൻ പറ്റില്ല. ഇദ്ദേഹം ശ്രമിക്കുമ്പോൾ മറ്റേയാൾ തടുക്കും, മറ്റേയാൾ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തടുക്കും. ഇതുപോലെയാണ് ശനി വരുമ്പോഴും. ശനി വരുമ്പോൾ ശനിക്ക് ദാരിദ്ര്യം തരണം, പക്ഷേ ശുക്രൻ എന്ത് ചെയ്യും? ശുക്രന് നിവൃത്തിയില്ല, കാര്യം ശനിയാണ് ശക്തൻ. അപ്പോൾ ശനി ശുക്ര യോഗം വന്നു കഴിഞ്ഞാൽ ശുക്രൻ നശിച്ചിട്ട്
ശനി ദാരിദ്ര്യം തരും. പക്ഷെ ശനി ദശയിൽ ശുക്രന്റെ ശക്തി പിടിച്ചു വാങ്ങിച്ച് ശനി നമുക്ക് തരും. അത് വേറൊരു കാര്യമാണ്. പാപന്റെ കൂടെ നിൽക്കുന്ന ശുഭന്റെ ശക്തി പാപന് പിടിച്ചു വാങ്ങിക്കും. പാപൻ എപ്പോഴും ശുഭന്റെ ശക്തി പിടിച്ചു വാങ്ങിച്ച് നമുക്ക് തരാൻ കഴിയുന്നവനാണ്. അത് രാഹു ആണെങ്കിലും ശരി. രാഹു ആ ഭാവത്തിൻ്റെയോ ആ ശുഭന്റെയോ ശക്തി പിടിച്ചു വാങ്ങിച്ച് നമുക്ക് രാഹുദശയിൽ നന്നായി തരും. രാഹു ശുക്ര യോഗം വരുമ്പോൾ രാഹുദശ വന്ന ആള് വളരെ ടോപ്പായിരിക്കും. അത് സിനിമയിലാണെങ്കിലും നായകനാണെങ്കിലും സിനിമാ സ്റ്റാർ ആണെങ്കിലും എന്ത് വർക്കിലാണെങ്കിലും അയാൾ വളരെ ഉയർന്നതായിരിക്കും. രാഹു ശുക്ര യോഗം ഉള്ളവരെ പല ഭാഗത്തും കണ്ടിട്ടുണ്ടാവും. അവരുടെ രാഹുദശയാണ് അവർക്ക് ഏറ്റവും ഗുണം. ശുക്രദശ വന്നിരുന്നെങ്കിൽ നാശമാണ്. ശുക്രന്റെ ശക്തി മൊത്തം വലിച്ചെടുത്തിട്ടാണ് രാഹു നമുക്ക് തരുന്നത്. ശുക്രൻ ഒന്നുമില്ല, ശുക്രൻ 0 ആണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ശുക്രൻ ദശ തന്നു കഴിഞ്ഞാൽ ഒന്നും തരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശുക്രന്റെ ജഡകാരകത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ശുക്രനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് വരും വീഡിയോകളിൽ കൂടുതൽ ഈ വളരെ സൂക്ഷ്മമായ വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കുറേശ്ശെയാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുക. എന്തായാലും വരും വീഡിയോകളിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. നന്ദി, നമസ്കാരം.